ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 4 അതീന്ദ്രിയജ്ഞാനം. ശ്ലോകം 17. കർമ്മണോ ഹി ബോധവ്യം ബോധവ്യം ച വികർമ്മണഃ അകർമ്മണശ്ച ബോധവ്യം ഗഹനാ കർമ്മണോ ഗതിഃ. വിവർത്തനം: കർമ്മത്തിന്റെ സങ്കീർണതകൾ ദുർഗ്രാഹ്യമാണ്. അതുകൊണ്ട് കർമ്മം, വികർമ്മം അഥവാ നിഷിദ്ധ കർമ്മങ്ങൾ, അകർമ്മം എന്നിവയെക്കുറിച്ചെല്ലാം ഒരാൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ഭാവാർത്ഥം: ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് മുക്തി നേടണമെന്ന് ഒരാൾ കാര്യമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ കർമ്മം, വികർമ്മം, അകർമ്മം എന്നിവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. കർമ്മം, പ്രതികർമ്മം, വികലമായ കർമ്മം എന്നിവയെക്കുറിച്ചെല്ലാം ഒരാൾ സ്വയം വിശകലനം ചെയ്യണം. പ്രയാസമുള്ളതാണ് ഈ വിഷയം. കൃഷ്ണാവബോധത്തെക്കുറിച്ചും തദനുസൃതങ്ങളായ പ്രവർത്തനങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാൻ ഒരാൾ പരമപുരുഷനുമായുള്ള തൻ്റെ ബന്ധമെന്തെന്നും അറിയണം. ഏതൊരു ജീവാത്മാവും ഭഗവാന്റെ നിത്യസേവകനാണെന്നും തന്മൂലം കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിച്ചേ തീരൂ എന്നുമുള്ള സത്യം ജ്ഞാനമുള്ള ഒരാൾ നന്നായി അറിയുന്നു. ഗീതാസൂക്തങ്ങളെല്ലാം ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ അവബോധത്തിനും തത്സംബന്ധിയായ പ്രവർത്തനങ്ങൾക്കുമെതിരായുള്ള നിഗമനങ്ങളെല്ലാം വികർമ്മങ്ങൾ അഥവാ നിഷിദ്ധമായ കർമ്മങ്ങൾ തന്നെ. ഇതെല്ലാം മനസ്സിലാക്കാനായി കൃഷ്ണാവബോധമുള്ള പ്രാമാണികരോട് സഹവസിക്കുകയും അവരിൽ നിന്ന് ഈ രഹസ്യജ്ഞാനം നേടുകയും ചെയ്യണം. ഭഗവാനിൽ നിന്ന് നേരിട്ട് പഠിക്കുന്നത് പോലെയാണിതും. അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമാനായ ആളും അമ്പരന്നു പോവും. ശ്ലോകം 18. കർമ്മണ്യകർമ്മയ പശ്യേത് കർമ്മണി ച കർമ്മയഃ സബുദ്ധിമാൻ മനുഷ്യേഷു സയുക്തഃ കൃഷ്ണകർമ്മകൃത്. വിവർത്തനം: കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും കാണുന്നവനത്രേ മനുഷ്യരിൽ ബുദ്ധിമാൻ. എല്ലാത്തരം കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നാലും അതീന്ദ്രിയ സ്ഥിതിയിലാണ് അയാൾ. ഭാവാർത്ഥം: കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കുന്നയാൾ സ്വാഭാവികമായി കർമ്മബന്ധങ്ങളിൽ നിന്ന് വിമുക്തനാണ്. കൃഷ്ണനു വേണ്ടിയാണ് അയാളുടെ പ്രവർത്തനങ്ങളെല്ലാം. അതുകൊണ്ട് അവയുടെ ഫലങ്ങൾ അയാൾ അനുഭവിക്കുന്നില്ല. കൃഷ്ണനു വേണ്ടി എല്ലാത്തരം പ്രവൃത്തികളിലും ഏർപ്പെടുന്ന അയാൾ മനുഷ്യരിൽ വെച്ച് ബുദ്ധിമാനാണ്. അകർമ്മം എന്നാൽ പ്രതികരണമില്ലാത്ത കർമ്മം എന്നർത്ഥം. കർമ്മഫലം ആത്മസാക്ഷാത്കാരത്തിന്റെ മാർഗത്തിൽ വിലങ്ങുതടിയാകുമോ എന്ന് ഭയന്ന് വ്യക്തിശൂന്യവാദി കാമ്യകർമ്മങ്ങൾ നിർത്തുന്നു. എന്നാൽ താൻ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ നിത്യദാസനാണെന്ന് ഒരു ഭക്തന് ശരിക്കറിയാം. അതുകൊണ്ട് അയാൾ കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ മുഴുകുന്നു. അങ്ങനെ എല്ലാ പ്രവൃത്തികളും കൃഷ്ണനു വേണ്ടി ചെയ്യുന്നതിനാൽ അയാൾ കൃഷ്ണസേവനത്തിൽ അതീന്ദ്രിയാനന്ദം മാത്രം അനുഭവിക്കുന്നു. ഈ വിധം പ്രവർത്തിക്കുന്നവർ ഇന്ദ്രിയ സുഖഭോഗങ്ങൾ കാക്ഷിക്കാറില്ല. എന്നേക്കും താൻ ഭഗവത് ദാസനാണെന്ന ബോധം എല്ലാ കർമ്മത്തിൻ്റെയും വിവിധ പ്രതികരണങ്ങളിൽ നിന്ന് ഭക്തന് രക്ഷ നൽകുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.